ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ചുട്ടരച്ച കുടംപുളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കുടംപുളി നമ്മുടെ വയറ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ കുടംപുളിയോടൊപ്പം കുരുമുളകും വെളുത്തുള്ളിയൊക്കെ കൂട്ടി ചേർത്ത ഒരു നല്ലൊരു നാടൻ റെസിപ്പിയാണിത്. നമ്മുടെ വണ്ണം കുറയ്ക്കാനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്, എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയാണ് ഞാൻ 2 കുടംപുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറയൊക്കെ പോയി നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കണം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച കുടംപുളി ആണെങ്കിൽ എന്തായാലും പുറത്തൊക്കെ വളരെ കറയും പിന്നെ കറുത്ത നിറമൊക്കെ ഉണ്ടാവില്ല കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുമ്പോൾ. അപ്പോൾ അതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഒന്ന് ചുട്ടെടുക്കുക. കുടംപുളി ചുട്ടെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു കത്തിയോ അല്ലെങ്കിൽ പപ്പടം കുത്തിയോ എന്തെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് കറക്കി കൊടുത്താൽ മതി. അങ്ങനെയാണ് നമ്മളിവിടെ കുടംപുളി ചുടുന്നത്. അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടി വെക്കുക. അത് ചൂടാകുമ്പോൾ കുറച്ച് കുരുമുളകും 2 വറ്റൽമുളകും ഇടുക. ഈ കുരുമുളകിൻ്റെയും വറ്റൽമുളകിൻ്റെ അളവ് വേണമെങ്കിൽ നമുക്ക് വ്യത്യാസം വരുത്താം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്താം. പക്ഷേ നോർമലി ഇത്രയും മതിയാവും കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അല്പം വെളിച്ചെണ്ണ മതി, വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, ചെറിയ ഉള്ളി ഇടുക. പിന്നെ ഒരു 3 വെളുത്തുള്ളി, അതുപോലെ ഒരു 4-5 കറിവേപ്പില. ഇത്രയും ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ച ഒരു ടേസ്റ്റ് മാറുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ചമ്മന്തിയിലേക്ക് ഞാൻ നേരത്തെ ചുട്ടു വെച്ചിട്ടുള്ളതിന് ഒരു കഷ്ണം കുടംപുളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്രയും മതിയായിരുന്നു നമ്മുടെ ആ ഒരു പുളി കറക്റ്റ് ആവാനായിട്ട്. അതിനുശേഷം നല്ലപോലെ ആറിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അതൊന്ന് മാറ്റുക. നല്ലപോലെ ആറണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ മിക്സിയുടെ ജാറ് തുറന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ആറിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെ അതുപോലെ നമ്മൾ ഉള്ളി വഴറ്റാൻ വേണ്ടി ഉപയോഗിച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ പേസ്റ്റാക്കി അരക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചമ്മന്തിക്ക് നമ്മൾ അരയ്ക്കുന്ന പോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചുട്ടരച്ച കുടംപുളി ചമ്മന്തി റെഡിയായി. വളരെ ഈസി അല്ല ഉണ്ടാക്കാനായിട്ട്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കും രാത്രിയിലും ചോറ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂൺ വീതം ഈ ഒരു ചമ്മന്തിയും കൂടി നിങ്ങൾ കഴിക്കുക. അപ്പോൾ അങ്ങനെ ഒരു വീക്കെങ്കിലും കഴിക്കുക. പിന്നെ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 2-3 ദിവസം കഴിക്കാനുള്ളതുണ്ടാവും. അതുകൊണ്ട് നമ്മൾ കഴിച്ചിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. 2-3 ദിവസത്തേക്ക് നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് തീരുമ്പോഴേക്കും നമുക്ക് ഒന്നുകൂടി ഉണ്ടാക്കാം. അങ്ങനെ ഒരു 1 or 2 വീക്ക് നമ്മൾ കഴിക്കുക. നന്നായിട്ട് നമ്മുടെ വയറും വണ്ണമൊക്കെ കുറയും. അതുപോലെ ആഫ്റ്റർ ഡെലിവറി സ്ത്രീകൾക്കിത് കഴിക്കുകയെന്നുണ്ടെങ്കിൽ വയറൊക്കെ പെട്ടെന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ ടേക്ക് കെയർ, ബൈ.